guys, welcome back to my YouTube channel. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു ഡേയ്സ് ഇൻ മൈ ലൈഫ് വിത്ത് തെയ്യമാണ്. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര നാൾ എടുത്ത ലോങ് വീഡിയോനെക്കാട്ടും ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ നാടും നമ്മുടെ നാട്ടിലെ ആചാരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അതിന് കൂടാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റിലും കൂടിയാണ് ഞാനുള്ളത്. ചെറുത് മുതലേ ഈ തെയ്യം വരാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട വെയിറ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ അത് കഴിയുമ്പം എവിടെ നിന്നില്ലാത്ത സങ്കടമായിരിക്കും. ഇനി അടുത്ത കൊല്ലം ആവണ്ടേ എന്നൊക്കെയുള്ളൊരു വിഷമം കൂടി ഉണ്ടാവും. അപ്പം അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. തെയ്യം ആചാരം അതൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇനി അവിടെ ഇരുന്ന് വാചകം അടിച്ചാൽ എന്നെ കൂട്ടൂല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ വേഗം കിഞ്ഞ് ഓടിയതാണ് കേട്ടോ. അത് അവർ എൻ്റെ ഒന്നും കൊടുക്കാഞ്ഞത്. കൂട്ടാതെ പോകുന്നത് മാത്രമല്ല, ഡ്രസ്സ് എടുത്തിട്ട് വേഗം തിരിച്ചു വരണം, എന്നാലേ പെരുമലയും കുളിച്ച് വരുത്തി കാണുള്ളൂ. അങ്ങനെ ചേച്ചീൻ്റെ മോളെയും ടൗണിൽ നിന്ന് കൂട്ടണേനും അവളെയും കൂട്ടി. പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ടേനും അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. തിരക്ക് പിടിച്ചിട്ടാണ് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റാണ്ടിരുന്നത്. പിന്നെ ഫാൻസി പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടേനു. കുറേ ടൈം ആയതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേഗം കുളിച്ച് മാറ്റി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പെരുമലയും കുളിച്ചേർത്തതിന് ശേഷം അമ്മേനെയും കൂട്ടിയിട്ട് വേണം നമുക്ക് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അമ്മ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മേനെയും കൂട്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. അമ്മ ഇവിടെ നിന്ന് എന്തോ തപ്പുന്നുണ്ട്, അച്ഛൻ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പല്ലിലൊക്കെ ആയിട്ടും ഉണ്ടായിരുന്നു. അച്ഛനും ഏട്ടനും കൂടി ഇവിടെ നിന്ന് വർത്താനം പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കാവ് പോയി പിന്നെയും തിരിച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ഔട്ട്ഫിറ്റൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതെന്നെ ഇട്ടിട്ട് നിൽക്കാൻ കഴിയില്ല എന്നല്ല, പ്രശ്നമില്ല. എന്നാലും നമുക്കൊരു കംഫേർട്ടായിട്ടുള്ള ഒരു സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. എനിക്ക് ജീൻസും ടീഷർട്ടും അങ്ങനെയൊക്കെയാണ്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെയാണ്, നാമൊന്നും നമുക്കൊന്നാണല്ലോ. അപ്പോൾ ഏട്ടൻ്റെത് ഇട്ടിട്ടില്ല. ഞാനിത് കുറേ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തിട്ട് കാണാം. ഇവരെല്ലാം എന്തിനാ ഈ പരക്കം പായുന്നതെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ ഭൂതത്തന്മാരെന്ന് പറഞ്ഞിട്ടുള്ള തെയ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുക്കാൻ മറന്നുപോയി. അതിനുശേഷം ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചു. ഇപ്പം സമയം വന്നിട്ട് 6 മണിയൊക്കെ ആവാൻ പോകുന്നുണ്ട്. തീച്ചാമണ്ടി കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത്. ചമ്മണ്ടിയൊക്കെ കണ്ട് വീട്ടിലെത്തുമ്പോഴത്തേക്ക് 7 മണി കൃത്യമായിട്ടുണ്ടായിരുന്നു. അമ്മ എണീച്ചിട്ട് പൂജാ റൂമിൽ വിളക്കത്തിക്കുന്നു, പിന്നെ പൂവൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും സ്കിൻ കെയറിലേക്ക് അങ്ങ് മാറിയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു ഇതാണ് ഈ കാണുന്നത്. അമ്മയൊക്കെ എണീച്ച് ഓടുന്നുണ്ടായിന്. ഞാനത് കഴിഞ്ഞിട്ട് വേഗം പോയിട്ടൊന്ന് തല കുളിച്ചു കേട്ടോ, എന്നാലേ ആ ടൈം ആകുമ്പോൾ ഉണങ്ങുള്ളൂ. പിന്നെ പല്ലൊക്കെ തേച്ചു. ഞാനും സ്കിൻ കെയറിലേക്ക് മാറിയിട്ടുണ്ട്. ഗൈസ്, ആരും കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, എനക്ക് തന്നെ ഇടയ്ക്ക് എന്തോ ഒരു പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രാവിലെ തന്നെ ഒന്ന് ജ്യൂസാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങ് ഉണരട്ടെ എന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ ഉറങ്ങിയിട്ടേ ഇല്ലല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നലത്തെ ജ്യൂസാണ്, അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാണ് കേട്ടോ. അമ്മ ഇപ്പം ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അച്ഛൻ എവിടെയോ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം കുളിച്ച് മാറ്റി കേട്ടോ. ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പുറപ്പാട് കഴിഞ്ഞു പോകുമോ എന്നുള്ളൊരു പേടിയിൽ ഞാൻ ഷടപടേ കീയുമായിരുന്നു കേട്ടോ. ഏട്ടനാണെങ്കിൽ ഇവിടെ കുളിച്ച് കുട്ടപ്പനായി ചന്ദനമൊക്കെ വെച്ചിട്ടിരിക്കുന്നുണ്ട്. അമ്മ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് സെറ്റാക്കുവാണ്. നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് പുറപ്പാട് തുടങ്ങുന്നേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ.
കുറച്ച് കഴിഞ്ഞാൽ ഇവർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരൊക്കെ കൂട്ടിയിട്ട് വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. കുറേ സമയം അവരെ ഉണ്ടായിരുന്നു കേട്ടോ, വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അവർ പോയി. അപ്പോഴത്തേക്ക് ഞാൻ ഒരു വകം സൈഡായിട്ടുണ്ടായിരുന്നു ഗൈസ്. നല്ല ക്ഷീണമുണ്ടായിരുന്നു. ഒരു ദിവസം മുഴുവൻ ഉറങ്ങാതിരുന്നു. പിന്നെ അവിടുത്തെ വെയിൽ, പിന്നെ ആൾക്കാർ എല്ലാം കൂടി ആയിരം ഞാനൊരു വകയായിട്ടുണ്ടേനു. പിന്നെ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ എന്താണ്, ഉറങ്ങുക, അത്ര തന്നെ. ഞാനിപ്പോൾ ഉറങ്ങി എണീക്കുമോ എന്നുള്ള വരെ ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല തലവേദനയും ഉണ്ടായിരുന്നു. ഒരു 3 മണിക്ക് ഉറങ്ങിയിട്ട് പിന്നെ ഞാൻ എണീച്ചത് 6:30 6:45 വേഗം എണീച്ച് മാറ്റി. ഏച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ അടുത്തേക്ക് വന്നു കേട്ടോ. കുറേ സമയം ഇവിടെ ഇരുന്നു. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടേനു. പിന്നെ പോയത് പിള്ളേർക്ക് ചന്ത വാങ്ങാനാണ്. അങ്ങനെ ചന്തയൊക്കെ വാങ്ങാൻ പോയി. അവിടെ കുറേ സമയം നിന്നു. പിള്ളേർക്ക് ചന്തയൊക്കെ വാങ്ങിയിട്ട് വീണ്ടും നമ്മൾ ആ ഇരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ വന്നു കേട്ടോ. പിന്നെ ചേച്ചിമാരൊക്കെ പോയി നമ്മൾ ചന്ത നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. വലിയ കാര്യമായിട്ടൊന്നും വാങ്ങുമെന്നില്ലെങ്കിലും അതിലേക്കൂടിയും ഇതിലേക്കൂടിയൊക്കെ ഒന്ന് ചന്ത നോക്കി നടക്കുന്നത് ചെറുതു മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഈ ഡ്രിങ്ക് കുടിച്ചു. ഇവിടെ നിന്നില്ലാത്ത സുഖമെന്നറിയില്ല ഗൈസ്. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പകുതി ക്ഷീണവും ആ ജ്യൂസ് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ജ്യൂസ് അല്ല കേട്ടോ, അതൊരു സോഡ പോലത്തെ സംഭവമാണ്. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മളെ കളിയാട്ടം ഇവിടെ അവസാനിക്കുകയെന്ന് ഗായ്സ്. കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, തിരക്കും കാര്യങ്ങളൊക്കെ ആയി. പക്ഷെ ഭയങ്കര സങ്കടം കേട്ടോ. നമ്മൾ ചെറുത് മുതലേ ഇങ്ങനെ ഇത് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈ ഒരു കുംഭം 16 ആവാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹിച്ച് നിൽക്കും. പക്ഷെ അത് കഴിയുമ്പോൾ എവിടെ നിന്നില്ലാത്ത സങ്കടമായിരിക്കും. പിന്നെ വീട്ടിലെത്തി ഫുഡ് കഴിച്ചു. പിന്നെ എനിക്ക് ബോധം ഉണ്ടായിട്ടില്ല. പിറ്റേ ദിവസമായി ഗായ്സ്. പിന്നെ ഞാൻ പല്ലേച്ചിട്ട് അപ്പാടനെ ഞാൻ വീട്ടിലേക്ക് പോവാണ്. വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഗ്രൗണ്ടെല്ലാം പോയിട്ടുണ്ട്. വീഡിയോസ് ഒന്നുമില്ല, ഞാൻ വീട്ടിലേക്ക് പോയിന്ന്. അപ്പം ഇനിയും ഇതേപോലത്തെ വലിയ ലോങ് വീഡിയോ ആയിട്ട് വരാം. അപ്പം ബൈ.